പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് ചന്ദ്രയ്ക്ക് വേണ്ട പൈസ ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സച്ചിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ചന്ദ്ര അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം അച്ഛമ്മയുടെ കയ്യിൽ ഒരു കെട്ട് നോട്ട് കെട്ടുകളും ഉണ്ട്. ഇത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മ ഇത് ലക്ഷങ്ങളുണ്ടല്ലോ, പാർവതി അമ്മ ഇവിടെ വീട്ടുജോലി ചെയ്താൽ ഒരു ദിവസം എത്ര രൂപ കിട്ടും? ഇതിപ്പോ 2 ദിവസത്തിന് ഇത്രയും രൂപയോ? അത് പിന്നെ കല്യാണ ചെലവിനല്ലേടാ, അവനും എൻ്റെ പേരക്കുട്ടിയല്ലേ, അച്ഛമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, പണ്ട് ആ പൈസ ഏതോ ഒരു പെണ്ണിന് കൊണ്ടേ കൊടുത്തു, ഇനി ഇതൊക്കെ എന്താ ചെയ്യുന്നയാവോ എന്ന് സച്ചി പറയുന്നുണ്ട്. ഇല്ലടാ, അവനൊന്നും ചെയ്യില്ലേ, കല്യാണ ചെലവിനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ വളരെ സന്തോഷം തോന്നുകയാണ്, പൈസ കിട്ടിയതല്ലേ. അങ്ങനെ 2 കൈ നീട്ടി വാങ്ങിക്കുകയാണ്. അമ്മേ, എന്തായാലും ഒരാഴ്ച മുൻപ് തന്നെ അമ്മ അങ്ങോട്ടേക്ക് വരണം കേട്ടോ എന്ന് പറയാണ്. ഞാൻ വരാടാ, എന്തായാലും ഒരാഴ്ച മുൻപ് വരാം. എനിക്കെന്തായാലും ശ്രുതിയെ ഒന്ന് കാണണം, ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ, കല്യാണത്തിന് മുൻപ് എനിക്കൊന്ന് കാണണമെന്ന് അച്ഛമ്മ പറയാണ്. ആ അമ്മേ, നല്ല കുട്ടിയാണ്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, നല്ല സ്വഭാവമാണ് അവളുടെ എന്നൊക്കെ ശ്രുതിയെക്കുറിച്ച് പുകഴ്ത്തുന്നുണ്ട് ചന്ദ്ര. എന്നാൽ അച്ഛമ്മ പറയുന്നുണ്ട്, നീ എന്തായാലും എല്ലാ മരുമകളെയും ഒരുപോലെ കാണണം, അവളെ ഇത്തിരി കൂടുതൽ സ്നേഹിക്കാനൊന്നും പാടില്ല. ഇനി വേറൊരു മരുമകൾ കൂടെ അങ്ങോട്ടേക്ക് വരും, അപ്പം നീ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. പിന്നെ ഈ രേവതിയെ നീ മറക്കരുത് കേട്ടോ, അവളാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം, അവളെ നീ മറക്കരുത് എന്ന് പറയാണ്. ഇന്നാ ശരി അമ്മേ, വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചന്ദ്ര ഇറങ്ങുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ട അച്ഛമ്മേ, പൈസ കിട്ടിയപ്പോൾ ആളുടെ തരം മാറിയത് കണ്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസയ്ക്ക് വേണ്ടിയാണ് ചന്ദ്ര വന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്, അച്ഛമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്ന് പറയണം. അപ്പം ഞാൻ ആരായി എന്ന് സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രേവു പറയുന്നുണ്ട്, വിഡ്ഢിയായി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പോട്ടേടാ, നീ ഒന്നും മിണ്ടാതിരിക്കേ, നിങ്ങൾ 2 പേരും കൂടി ഈ പെട്ടി ഒന്ന് വണ്ടിയിൽ കയറ്റി വെച്ചേന്ന് പറഞ്ഞ് സച്ചിയെയും രവിയെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്തും മറ്റേ ആ പെൺകുട്ടിയെയും കാണിക്കുന്നു. അങ്ങനെ അവൾ ഫോണിൽ സംസാരിച്ച് ഇങ്ങനെ വരികയാണ് വണ്ടിയിൽ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ബാക്കിലുണ്ട്. അപ്പോൾ അവളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ശ്രീകാന്ത് ഇവളാണോ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ബാക്കിൽ ചെറുതായി ഒന്ന് മുട്ടിച്ചു. അങ്ങനെ 2 പേരും കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ആദ്യം പോയി ട്രാഫിക് നിയമങ്ങളൊക്കെ ഒന്ന് പഠിക്ക്. അപ്പോൾ പറയുന്നുണ്ട്, നീ ആരാന്നാ നിന്റെ വിചാരം, ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നൊക്കെ ആ കുട്ടി പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വിട്ടുകൊടുക്കുന്നില്ല, 2 പേരും തകൃതിയായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. പിന്നെ അച്ഛമ്മയെയും അതുപോലെ പാർവതി അമ്മയെയാണ് കാണിക്കുന്നത്. 2 പേരും പുറത്തിരുന്ന് പച്ചക്കറിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർവതി അമ്മ പറയുന്നുണ്ട്, മരുമകളെ ഇപ്പം തന്നെ പറഞ്ഞയക്കേണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പം നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, അവളുണ്ടെങ്കിൽ ഇവിടുത്തെ ജോലി മൊത്തം അവൾ ചെയ്യുമല്ലോ, അപ്പം നിനക്ക് വെറുതെ ഇരിക്കാമല്ലോ, അതുകൊണ്ടാവൂല്ലേ എന്ന് പറയാണ്. നീ വിഷമിക്കണ്ട, രേവതിക്ക് അടുക്കളപ്പണി ചെയ്യാനൊന്നും ഒരു മടിയും ഇല്ല, അവൾ നിന്നെ സഹായിച്ചോളുമെന്ന് അച്ഛമ്മ പറയാണ്. കലാവതി അമ്മേ, മുരിങ്ങ മരത്തിലെ മുരിങ്ങക്കായൊക്കെ തീർന്നു, എന്നിട്ടും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പാർവതി അമ്മ പറയാണ്. അതെ, ഒന്നും നടക്കുന്നില്ല. ഇവരുടെയൊക്കെ പ്രായത്തിലൊക്കെ സച്ചിയുടെ അച്ഛൻ എൻ്റെ ബാക്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല, ജോലിക്ക് പോയാലും ഒരു സമാധാനം ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ പാർവതിയമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന്. അല്ല, എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെയാണെങ്കിൽ ഇവർ 2 പേരും ഒരുമിച്ചാണ് എപ്പോഴും, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് പറയാണ്. അതുപോലെ രവിയുടെ അടുത്ത് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ആ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് സച്ചിയെയും രേവതിയെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുമെന്ന് അച്ഛമ്മ രവിയോട് പോകുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ കലാവതി അമ്മേ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കോ പോവുമല്ലോ, എന്താണ് ആ സ്ഥലം, ഹണിമൂണിന് പോവുമല്ലോ, ഇവരെ ഒന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞയച്ചാലോ എന്ന് പാർവതി അമ്മ പറയാണ്. അപ്പോൾ കലാവതി അമ്മ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, അവർ ഹണിമൂൺ ഇവിടെയാണെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ആരൊന്നുമില്ല എന്നാണ് തോന്നുന്നതെന്ന് കലാവതി അമ്മ പറയാണ്. അപ്പോൾ പാർവതി അമ്മ പറയുന്നുണ്ട്, ആര് പറഞ്ഞു, അവർക്ക് ഇവിടെയും കാണാൻ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, ഇവിടെയും അവരെ ഹണിമൂണിനൊക്കെ പറഞ്ഞു വിടാമെന്ന് പറയാണ്. എങ്ങനെ അവരെ അങ്ങ് പറഞ്ഞു വിടണ 2 പേരെയും കൂടി കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് ഒരുമിച്ച് വർത്തമാനമൊക്കെ പറയുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുമെന്ന് പാർവതി അമ്മ പറയാണ്. അത് ശരിയാണ്, അപ്പം അവരെ ഒന്ന് പറഞ്ഞു വിടാല്ലേ എന്ന് പറയാണ് കലാവതി അമ്മ. അപ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും ഓടി വരുന്നുണ്ട്. ആരാണ് ഫസ്റ്റ് എത്തുക നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി മുന്നിൽ ഓടി വരുന്നുണ്ട്, ബാക്കിൽ നമ്മുടെ രേവതിയും ഓടി വരുന്നുണ്ട്. അങ്ങനെ ഓടി വന്ന് നേരെ അച്ഛമ്മേനെ തൊടുകയാണ്, അച്ഛമ്മയുടെ മടിയിൽ വന്ന് കിടക്കുകയാണ്. അപ്പം മറ്റേ അച്ഛമ്മ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഇതാണോ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണ് ഫസ്റ്റ് വരിക നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണ് ജയിച്ചത് അച്ഛമ്മേ, ഞാനാ ഫസ്റ്റ് എത്തിയതെന്ന് പറയുന്നുണ്ട്. അച്ഛമ്മയുടെ മടിയിലൊന്ന് ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് സച്ചി പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഇനി രാത്രി കിടക്കാം, നിങ്ങൾ 2 പേരും ഒന്ന് പുറത്ത് പോയി വന്നാൽ
വന്നേ, ഒരു സ്ഥലം വരെയാണെന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനിനി ഇല്ല എന്ന് പറയുന്നുണ്ട് സച്ചി. അമ്പലത്തിലോട്ടൊന്നും അല്ല, നിങ്ങളൊന്ന് ആ തോട്ടം വരേക്കൊന്ന് പോയി കറങ്ങി വന്നേ എന്ന് പറയുന്നുണ്ട്. തോട്ടത്തിലോട്ടോ? അവിടെ എന്താ ഉള്ളത് എന്ന് സച്ചി ചോദിക്കുകയാണ്. നീ നട്ട മരങ്ങളൊക്കെ വലുതായോ എന്നൊക്കെ കാണണ്ടേ, നീ ഒന്ന് രേവതീനെയും കൂട്ടി പോയിട്ട് വാ എന്ന് പറയാണ്. പിന്നെ അവൾക്കും ഇവിടെയൊക്കെ ഒന്ന് കാണാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതിക്കും നല്ല സന്തോഷം തോന്നുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് സച്ചി, ഓ കുഞ്ഞി കുട്ടിയല്ലേ, പറമ്പും തോടും പാടമൊക്കെ കാണിച്ചു കൊടുക്കാൻ, എന്നാ വാ പോവാ എന്ന് പറഞ്ഞ് രേവതിയെ വിളിച്ച് പോവാണ്. അങ്ങനെ സച്ചി മുന്നിൽ നടന്നു. അങ്ങനെ രേവതിയോട് അച്ഛമ്മ പറയുന്നുണ്ട്, ഞാനിപ്പോൾ പറഞ്ഞു വിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോട്. എനിക്കറിയാം അച്ഛമ്മേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പോയി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, നല്ല കിളികളുടെ ഒച്ച, എന്ത് രസമാണ് കേൾക്കാൻ, ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത്ര കിളികളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് കിളികളുണ്ട്, അതുപോലെ മയിലൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ടെന്ന് പറയണം. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇവിടെയുള്ളവർക്ക് ഈ നാടിനെ ഒരു വിലയും ഇല്ല. ഇവിടെയുള്ളവർ എൻ്റെ കൂടെ പഠിച്ച മിക്കവാറും പേരും ഇപ്പോൾ പുറത്താണ്, ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്ക് ഈ നാടങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയണം, എന്നാൽ നീ അച്ഛമ്മയുടെ കൂടെ ഇവിടെ നിന്നോ, ഞാൻ പോവാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മയുടെ കൂടെ നിൽക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് ആകെ സങ്കടം വരികയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണ്ടേ, എനിക്കെൻ്റെ കാറും കാര്യങ്ങളായി ഓടാൻ പോകണം, എന്നാലല്ലേ കടം വീട്ടാൻ പറ്റൂ എന്ന് സച്ചി പറയാണ്. അപ്പോൾ സച്ചിയേട്ടന് ഞാൻ വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. എനിക്കെൻ്റെ കാറുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അവരൊക്കെ മതി, എനിക്ക് നീയൊന്നും വേണ്ട എന്ന് പറയണം. അപ്പം രേവതിക്കാണെങ്കിൽ ഇത് കേട്ട് സങ്കടം വരികയാണ്. അപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരിക്കില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കും, നീ ഇവിടെ തന്നെ അച്ഛമ്മയുടെ അടുത്ത് നിന്നോ എന്നൊക്കെ പറയണം. അപ്പം ഞാൻ മരിച്ചാലും സച്ചിയേട്ടന് സങ്കടം ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് സച്ചിയേട്ടൻ പറഞ്ഞത്, ഞാൻ മരിച്ചാൽ സങ്കടം ഉണ്ടാവില്ല എന്നാണ് സച്ചിയേട്ടൻ പറഞ്ഞതെന്ന് പറയാണ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കരുതിക്കോ എന്ന് പറയുന്നുണ്ട്. എന്ത്, ഞാൻ മരിച്ച സച്ചിയേട്ടന് സങ്കടം ഇല്ല അല്ലേ എന്ന് പറഞ്ഞ് രേവതി ഞാൻ പോവാ എന്നാ പറഞ്ഞിട്ട് രേവതി തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ പോയാലും ഞാൻ പുറകെ വരുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ, നീ എങ്ങോട്ടാച്ച് പൊക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും ഇങ്ങനെ വഴക്കിട്ടാൽ മാത്രമേ കുറച്ച് സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് അവിടെ ആദിയും കൂട്ടുകാരും കളിക്കുന്നത് കണ്ട്. അപ്പോൾ ആദി മോനെ എന്ന് വിളിച്ചിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും ആദിയുടെ കൂടെ കളിച്ച കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ നമ്മുടെ ആദി ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഇനി എൻ്റെ കൂടെ കളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പന്ത് എറിഞ്ഞ് കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദി പന്തടിച്ചപ്പോൾ വെള്ളത്തിലോട്ട് പന്ത് വീണു, കുളത്തിലോട്ട് പന്ത് വീണു. അപ്പം മറ്റേ ആദി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് മുന്നിൽ ഓടുകയാണ്. പെട്ടെന്ന് തന്നെ വേണ്ട ആദി ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓടുന്ന സമയത്ത് വഴിക്ക് കുളത്തിലോട്ട് അങ്ങ് ചാടുകയാണ് രേവതി. അങ്ങനെ കുളത്തിലോട്ട് ചാടി ആദി ആൻറ്റി എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓടിക്കൂടുകയാണ്. അങ്ങനെ രക്ഷിക്കാൻ ആരും ഇറങ്ങുന്നില്ല. അവിടെ ആണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരനോടടുത്ത് സംസാരിക്കുകയാണ്. അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ രേവതി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ അങ്ങ് പോയിട്ടുണ്ട്, എവിടെയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവർ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആദ്യം ഓടി വരുന്നുണ്ട്. അങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ രേവതി ആൻറ്റി എന്ന് പറയുന്നുണ്ട്. ആൻറ്റിക്ക് എന്താ, ആൻറ്റി കുളത്തിൽ വീണു, കാല് തന്നെ വീണു. ഇത് കേട്ടതും ഏത് കുളത്തിലാണ് മോനെ എന്ന് പറഞ്ഞ് ചോദിച്ച് സച്ചി അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ സച്ചി നേരെ പോയി ചാടി നമ്മുടെ രേവതിയെ രക്ഷിച്ച് കരയ്ക്ക് കയറ്റുകയാണ്. അങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് രേവതിക്ക് ബോധം വരുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നൊരു ചേച്ചി പറയുന്നുണ്ട്, മോനെ വയറിൽ നല്ലൊന്ന് അമർത്തി കൊടുക്ക്, എന്നാൽ വായിലൂടെ വെള്ളം വരുമ്പോൾ ബോധം വരുമെന്ന് പറയാണ്. അങ്ങനെ സച്ചിക്ക് അമർത്താനൊരു മടി. അപ്പോൾ അങ്ങനെ കൂട്ടുകാരും പറയുന്നുണ്ട്, ചെയ്യടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വയറ് നല്ല പോലെ അമർത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വായിലൂടെ വെള്ളം വന്ന് രേവതിക്ക് ബോധം വരികയാണ്. അങ്ങനെ കണ്ണ് തുറന്നിട്ട് നമ്മുടെ സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട് രേവതി. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ചേച്ചി പറയുന്നുണ്ട്, മോൻ വന്ന കാരണം അപ്പോൾ മോളെ രക്ഷിക്കാൻ പറ്റിയത്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് സങ്കടം വരികയാണ്. അങ്ങനെ രേവതി കരയാണ്. അങ്ങനെ നേരെ നമ്മുടെ സച്ചി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ സച്ചിയും സ്നേഹത്തോടെ അങ്ങ് രേവതി അങ്ങ് ചേർത്ത് പിടിച്ചു. അപ്പോൾ അവിടെ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ, സമാധാനം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്തായാലും ഇവർ തമ്മിലുള്ള നല്ല നല്ല റൊമാൻറ്റിക് സീൻസൊക്കെ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ, see you.